ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ആൻഡ് വെൽക്കം ടു മൈ ലുറിക്ക. ഫ്രൂട്ട്സ് ഓഫ് എവല്യൂഷൻ എപ്പിസോഡ് 8. കഥയുടെ തുടക്കത്തിൽ ഫ്രൂട്ട്സ് ഓഫ് എവല്യൂഷൻ കഴിച്ചല്ലോ മത്സരത്തിൽ ജയിക്കുകയും പിന്നീട് അതിസുന്ദരിയായ പെൺകുട്ടിയായി മാറുകയും ചെയ്തു. തുടർന്ന് മാസ്റ്റർ എൻ്റെ ബോഡിക്ക് എന്തോ സംഭവിച്ചു. മാസ്റ്റർ, നീ അത്ര അടുത്തേക്ക് വരല്ലേ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സെയ്ജി, നീ എന്താ ചെയ്യുന്നത്? അത് ഞാൻ മനസ്സിലാക്കി തരാം. നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നിനക്കൊന്നും കിട്ടാത്തതിൻ്റെ കുറവുണ്ട്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഈ പെൺകുട്ടിയാണ് നിന്റെ കഴുത എന്നാണോ? ആ, നീ ഈ കഥ വേറെ ആരോടെങ്കിലും പറ. നിനക്ക് വേറെ കള്ളൊന്നും പറയാൻ കിട്ടിയില്ലേ? ഞാൻ നടന്ന കാര്യമാണ് പറഞ്ഞത്. അതെ, സേച്ചി പറഞ്ഞത് സത്യമാണ്. ചെറിയ നീ അവന്റെ കൂടെ കള്ളം പറയാതിരിക്കരുത്. നിനക്ക് കാണിച്ചു തന്നാലേ ശരിയാവുമെന്നും പറഞ്ഞു ചെറിയ കുരങ്ങായി മാറിയത് ആറ്റോറിയക്ക് ഷോക്കായി. സത്യം പറഞ്ഞാൽ ഞാനും ഒരു മോൺസ്റ്ററാണ്. ഈ എവല്യൂഷൻ ഫ്രൂട്ട് കഴിച്ചാണ് ഞാൻ ഹ്യൂമനായി. ഇത് കണ്ട് ആറ്റോറിക്കൊന്നും മനസ്സിലായെങ്കിലും ലൂവിന് അടിമുടി ഒന്ന് നോക്കി. നീ എന്റെ കൂടെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നോക്ക്, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? സൂപ്പർ അല്ലേ? നന്നായിട്ടുണ്ട്. എല്ലാവരും എവിടെയാണുള്ളത്? നമ്മളിവിടെ തല്ലുണ്ടാക്കുന്നതല്ല, പതുക്കെ പറഞ്ഞാൽ മതി. ശരി, അത് ശരി. ആരാ? ഞങ്ങൾ വാൾക്കറി ടീമിലുള്ളതാണ്. എൻ്റെ പേര് ക്ലോറിയ, എൻ്റെ പേര് ലോർണ. നീയല്ല സേയിച്ചി? എന്നാ നിന്റെ 2 കൈ ഇങ്ങോട്ട് നീട്ട്. ഓക്കെ. എന്തിനാ? അറസ്റ്റ് ചെയ്തതിൽ സോറി. നിന്നെ കൊണ്ടു ചെല്ലാൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഞാനെന്ത് തെറ്റാ? ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ തെറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ തെറ്റ്. ലോർണ, ഇതൊന്നും പറയണ്ട, ഇവനെ വിളിച്ചുകൊണ്ട് പോവാ. അയ്യോ, ഒരു തെറ്റും ചെയ്യാതെ തന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് ശരിയാണോ? അതേസമയം ഡീമൺ വേൾഡ് ഇവൾ നടന്നു വന്നത്. ഞാൻ ലിയ ഹാൾസ്, ഡീമൺ ലോർഡ് ക്യാപ്റ്റനാണ്. ഇത് 2nd ഡിവിഷൻ ക്യാപ്റ്റൻ വൾട്രോയ്. ഇത് 1st ഡിവിഷൻ ക്യാപ്റ്റൻ ആൽബർണോ. ഞാൻ ഫൈനൽ ഡിവിഷൻ ക്യാപ്റ്റൻ റൈവൺ. 5th ഡിവിഷൻ ഫുറസ്. 4th ഡിവിഷൻ ലിറേട്ടോ. അങ്ങനെ എല്ലാവരും ഇൻട്രൊഡക്ഷൻ വന്നു. പെട്ടെന്ന് വാതിൽ തുറന്നു. ഡീമൺ ലോർഡ് വന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കും. പെട്ടെന്ന് ഡീമൺ ലോർഡിന്റെ മകൾ ലുറ്റീന വന്നതും തൊട്ടടുത്തുള്ള ഒരുത്തൻ ഒരാവശ്യമില്ലാതെ ചിരിച്ചതും മിണ്ടാതിരി. ശരി, ഞങ്ങളെ എന്തിനാ വിളിപ്പിച്ചതെന്ന് പറയാമോ? ഞാൻ എന്തിനാ എല്ലാ ഡിവിഷൻ ക്യാപ്റ്റനെയും വിളിച്ചതെന്നാൽ ഞാൻ മെമ്പേഴ്സ് കിങ്ഡവുമായി കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് എല്ലാവർക്കും ഷോക്കായി. മൈലോഡ്, എന്താ പറയുന്നത്? മനുഷ്യരുമായി കൂട്ടുചേരാനോ? എത്ര വർഷം അവർ നമ്മളെ ക്രൂരമായി കൊന്നതെന്നറിയാമോ? എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇല്ല, മനുഷ്യരുമായി സമാധാനത്തിൽ പോകാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ മറന്നു, ബ്ലാക്ക് ഡ്രാഗനെ ആരെ കൊന്നു? അതും ഒരു സിംഗിൾ ഹ്യൂമൻ. അവൻ മെമ്പേഴ്സ് കിങ്ഡത്തിലാണുള്ളത്. ഇത് ഒരിക്കലും നടക്കില്ല. ബ്ലാക്ക് ഡ്രാഗൺ ഡീമൺ ലോണിന്റെ ആർമിയിലെ തന്നെ പവർഫുൾ മെമ്പറാണ്. അത്തരം ഒരാളെ വെറും ഒരു ഹ്യൂമൻ കൊന്നത് നടക്കില്ല. ഞാൻ ബ്ലാക്ക് ഡ്രാഗനെ സമൺ ചെയ്ത് ഡ്രാഗനോട് തന്നെ ചോദിച്ചു, എന്താ പറഞ്ഞത്? എന്നെ കൊന്നത് ഒരു ഹ്യൂമനാണ്. അവന്റെ പേര് സെയിച്ചി. സത്യം പറഞ്ഞാൽ അവൻ നേരെ ഒന്നാണ് യുദ്ധം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. അതുകൂടാതെ അവൻ പവർഫുള്ളും കൂടിയാണ്. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇത് പച്ചക്കള്ളാണ്. നമ്മുടെ ഡീമൺ ആർമിയിൽ ഒരാളെ കൊന്നിരിക്കുന്നു. നമ്മൾ ആരാണെന്ന് അവരെ കാണിച്ചു കൊടുക്കണം. യുദ്ധം എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ ജനങ്ങളുടെ മനസ്സിൽ സന്തോഷമൊന്നും ഉണ്ടാവില്ല. ഇതിനെല്ലാം ഒരു വഴിയേ ഉള്ളൂ, മനുഷ്യരുമായി ഒന്നിച്ചു ജീവിക്കുക. മൈലോഡ്, ഞാനൊന്ന് പറയാം. പ്രൊഫസിയെ കുറിച്ച് ഓർമ്മയുണ്ടോ? കുഴപ്പമില്ല, ഞാൻ എൻ്റെ ജീവൻ നൽകിയും ജനങ്ങളെ രക്ഷിക്കും. ഇത് മൂഢത്തരമാണ്. ജനങ്ങളാരും ഇത് വിശ്വസിക്കില്ല. ഹേയ്, ലോഡ് എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യാൻ പറ്റില്ല. ശരിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ കയ്യും കാലും ഓടിക്കും. എന്നിട്ട് എന്നെ കൊണ്ട് നിന്നെ കൊല്ലാനും പറ്റും. ഒരുത്തനും അവിടെ ചോദിക്കാൻ വരില്ല. ഇത് കേട്ട് ഇവൻ പേടിച്ചിരുന്നാലും അല്ലേ പിന്നെ പറഞ്ഞാൽ മതി. ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുക. കേൾക്കേണ്ട താമസം ആൾ ഓടി രക്ഷപ്പെട്ടു. നിങ്ങളുടെ തീരുമാനം ഡേഞ്ചറാണ്. ഹ്യൂമൻസിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എപ്പോഴും ഞങ്ങളുടെ സപ്പോർട്ട് ലോഡിനുണ്ടാകും, മൈ ലോഡ്. അതേസമയം നശിച്ചു, എല്ലാം നശിച്ചു. എൻ്റെ എത്ര വർഷത്തെ പ്ലാനിങ് എല്ലാം നശിച്ചു എന്ന് സ്വയം പറഞ്ഞ് മെൻ്റൽ. മറ്റൊടുത്ത് ക്യാപിറ്റലിൽ ഇവർ 3 പേരും നടന്നു പോകുന്നത്. മാഡം പ്ലീസ്, എന്നെ എന്തിനാ കൊണ്ടുപോകുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. പ്ലീസ് മാഡം, ഈ മാഡെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. അത് എന്താന്ന് വെച്ചാൽ സെയിച്ചി, നീ റോയൽ ക്ലബിലെ മത്സരത്തിൽ ജയിച്ചില്ലേ? അതും ഇതുമായിട്ട് എന്താ? അതിൻ്റെ റിവാർഡ് ഒരു ദിവസം പോൾ വാൾക്കരിയുമായിരിക്കുമെന്നാണ്. അതിനെന്തിനാണ് കയ്യിലൊക്കെ വിലങ്ങ്? അത് നീ പകുതിക്ക് വെച്ച് ഓടിപ്പോയാലോ? ഞാൻ എവിടേക്കും പോവില്ല. ഇതൊന്ന് അഴിക്കി. ശരി, മാറ്റി തരാം. സെയിജി, ഇത് നോക്ക്, ഇതാണ് ട്രെയിനിങ് ഹാൾ. ഇവിടെ ഒരാളുണ്ട്. ആളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ശരിയാണ്, അതാർക്കും കഴിയില്ല. അതാണ് വാൾക്കരി ലൂയിസ്. സെയിജി, അത് നോക്ക്, ഞങ്ങൾ ട്രെയിനിങ് അവിടെയാണ് എടുക്കുക. അങ്ങോട്ട് നോക്കിയത് നടുക്ക് നമ്മുടെ ലൂയിസ്. സെയിജി, നല്ലോണം കണ്ണു തുറന്നു നോക്ക്. അതേസമയം എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ റെഡിയായതും ലൂയിസ് എല്ലാവരെയും നിസ്സാരമായി തോൽപ്പിച്ചു. ഈ പെണ്ണ് ഭയങ്കര സ്പീഡാണല്ലോ. നിങ്ങൾക്ക് ഇനിയും ട്രെയിനിങ് വേണം. നിങ്ങൾക്ക് സ്പീഡില്ല. യെസ് മാസ്റ്റർ. ഒരു കണക്കിന് നിങ്ങൾ വന്നോ? യെസ് മാസ്റ്റർ. നീയല്ലേ സെയിച്ചി? ഞാൻ കിങ്ഡം വർക്കിലെ ഒരാൾ. എൻ്റെ പേര് ലൂയിസ്. സെയിച്ചി ഹായ് പറഞ്ഞ് കൈനീട്ടിയതും ലൂയിസ് ആണെങ്കിൽ ഒരു വാളെടുത്തു കൊടുത്തു. തല്ലുകൂടാമാണ്. അത് ഞാനില്ല. എന്നെ ഇങ്ങനെ വിട്ടാൽ ഞാൻ ആ വഴിക്ക് ഓടിപ്പോക്കോളാം. അപ്പോൾ വേറെ വഴിയൊന്നുമില്ല.
എന്ത്? പേടിക്കണ്ട, ഇത് വെറും മരവാൽ മാത്രമാണ്. ചേച്ചി, അല്ല, അങ്ങനെ കൊണ്ടാലും മേത്തുകൊണ്ട വേദന എടുക്കില്ലേ? ഇതേ സമയം അക്കാഡമി കാണിക്കുമ്പോൾ, അത് ശരി, ഇപ്പം എന്താ സംഭവിക്കുന്നത്? അറിയില്ല, വാ നോക്കാം. ഏയ്, നിനക്കെന്താ വേണ്ടത്? നിങ്ങളിവിടെ വന്നത് വലിയ കാര്യമാണ്. അത് മാത്രമല്ല നീ ബോക്സിൽ ഭയങ്കരമായിട്ട് അടി വാങ്ങിയെന്ന് കേട്ടു. ഡാ, നീ മിണ്ടാതിരി. നിനക്ക് വേണ്ട. ഞങ്ങൾ മോൺസ്റ്റേഴ്സ് വേണ്ടി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോഴും റെഡി ആയിട്ടില്ല. റെഡിയാവുമ്പോളാ. റെഡിയാക്കിക്കോ വേഗം. എന്ത് മത്സരമോ? യെസ്, നമുക്കിടയിൽ ആരെ ഏറ്റവും കൂടുതൽ മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്നതെന്ന് നോക്കാൻ. ഞാൻ വേണമെങ്കിൽ എങ്ങനെയാ മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്നതെന്ന് പറഞ്ഞു തരാം. അതേസമയം മുഖത്തൊരടി കിട്ടിയതും നിനക്കും എനിക്കും ശരിയാവില്ല. ഹേയ്, ഇപ്പം പറഞ്ഞവർക്കൊന്നും മനസ്സിലാവില്ല. വഴിയേ മനസ്സിലാവും ആരാ പവർഫുള്ളെന്ന്. വാ പോവാം. അതെന്താ അവർ പറയുന്നത്? നീ ഇതിനനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതേസമയം ഇവിടെ ലൂയിസ് അറ്റാക്ക് ചെയ്യുന്നതും സെയ്ജി സിമ്പിളായി മാറിക്കളഞ്ഞു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എൻ്റെ ഓപ്പൺ അറ്റാക്ക് വരെ സിമ്പിളായി മാറിക്കളഞ്ഞു. ഏയ്, അത് ഈസി ആയിരുന്നു. അതാ. ഓ, അങ്ങനെയാണോ? എന്നാൽ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നും പറഞ്ഞ് വീണ്ടും അറ്റാക്ക് ചെയ്തതും എല്ലാത്തിൽ നിന്നും സെയ്ജി സിമ്പിളായി രക്ഷപ്പെട്ടു. ഇത് നോക്കി നിന്ന ഇവർ രണ്ടാളും ലൂയിസിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇവൻ മാത്രമാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവൻ ശരിക്കും ആരാണ്? അതേസമയം സെയ്ജി ഒരു ചാട്ടം ചാടി നിന്നതും എനിക്ക് അതിശയമാണിത്. എൻ്റെ എല്ലാ അറ്റാക്കിൽ നിന്നും നീ സിമ്പിളായി മാറിക്കളഞ്ഞു. അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞല്ലേ? ഒരിക്കലും ഇല്ല. എൻ്റെ ഫൈനൽ അറ്റാക്ക് ഞാൻ ചെയ്തിട്ടില്ല. വേണ്ട ലൂയിസ്, വേണ്ട. അതേസമയം കമ്പ്യൂട്ടർ വോയിസ്, നിങ്ങൾക്ക് അറ്റാക്ക് ആൻഡ് ഡിഫെൻസ് ചെയ്യുന്നതിന് പുതിയ സ്കിൽ ലഭിച്ചിരിക്കുന്നത് പറഞ്ഞതും കാലുകൊണ്ട് വാളിനെ തട്ടിക്കളഞ്ഞ് ലൂയിസിനെ നോക്ക് വെച്ചതും ഇവർ രണ്ടാളും ഷോക്കായി. ഇത് കണ്ട വാൾക്കറീസ് വാളും പിടിച്ച് നോക്കി നിന്നതും സെയ്ജി, ഇനി ഇതിൻ്റെയും കൂടി ആവശ്യമുള്ളൂ. സെയ്ജി, നീ ചെയ്ത കാര്യം ഇതിൽ ഞങ്ങളാണ് ഷോക്കായത്. നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? അത് ഞാൻ അറിയാതെ ചെയ്തതാണ്. അങ്ങനെ ലൂയിസ് അടുത്തേക്ക് വന്നതും, നിൻ്റെ പേര് സെയ്ജി എന്നല്ലേ? അതെ, ഇതിനുശേഷം ഞാൻ നിങ്ങളുടെ ശിഷ്യയാണ് മാസ്റ്റർ. എന്ത് മാസ്റ്ററോ? ഇതിനുശേഷം നിങ്ങളാണ് എന്നെ നോക്കേണ്ടത് മാസ്റ്റർ. എന്തൊക്കെയാണ് നീ പറയുന്നത്? സെയ്ജി, ഫ്രീ ആണെങ്കിൽ എൻ്റെ ഒപ്പം ഒന്ന് വരുമോ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അതേസമയം കൊട്ടാരത്തിൽ ലോർഡ് കുളിക്കാനുള്ളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതേ നേരം ഏതോ ഒരുത്തൻ ലോർഡിനെ കൊല്ലാൻ നോക്കിയതും, സെയ്ജി, നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ മാസ്റ്റർ എന്ന് വിളിക്കണോ? വേണ്ട, സെയ്ജി എന്ന് വിളിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ഞാൻ നന്ദി പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ലൂയിസ് ജനിച്ചതിൽ തുടർന്ന് വാൾ വീശാൻ നന്നായി പഠിച്ചിരുന്നു. എന്നാൽ മാജിക് യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഇല്ല, എല്ലാം ചറപറാന്ന് വീശുന്നുണ്ട്. അവളെ ആരെ കൊണ്ടും തടുക്കാൻ പറ്റിയില്ല, ഒരാൾക്കൊഴികെ. അതേസമയം പൂക്കളെല്ലാം പറന്നു വരുന്നത് കണ്ട് അവൾ വന്നു. ലൂയിസ്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? സെയ്ജി നിങ്ങളെ മാസ്റ്റർ എന്ന് വിളിച്ചത് ക്ഷമിക്കണം. ഇല്ല, കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് വാൾ വീശാൻ പഠിച്ചു. അതിനുശേഷം ഞാൻ ഭയങ്കര സ്ട്രോങ് ആയി. അടുത്തതാര്? ഇല്ല, എനിക്ക് ചെറിയ ജോലിയുണ്ട്. ഞാനും. പിന്നീട് എന്നെ കണ്ട എല്ലാവരും പേടിച്ചോടാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്കായി, കൂട്ടുകാരും ആരുമില്ലാതായി. ഞാൻ പറയാമെന്ന് മനസ്സിലായോ സെയ്ജി? നന്ദിയുണ്ട്. നിനക്കും കൂടിയാണ് ഗ്ലാഡിയ. നീ എന്നെ നന്നായി നോക്കിയിട്ടുണ്ട്. അങ്ങനെയൊന്നും പറയില്ല ലൂയിസ്, എനിക്ക് കരച്ചിൽ വരുന്നു. ഗ്ലാഡിയ, കരയല്ലേ. ഇത് കണ്ട സെയ്ജിക്ക് ചിരി വന്നു. എനിക്ക് നന്നായിട്ട് അറിയാം ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എത്ര കഷ്ടപ്പാടാണെന്ന്. പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. ഇതിനുശേഷം എന്നെ നന്നായി നോക്കില്ലേ മാസ്റ്റർ? തീർച്ചയായും. ഇപ്പോൾ അവളെന്താ പറഞ്ഞത്? നിനക്ക് പറഞ്ഞു തരാൻ എനിക്കൊന്നും അറിയില്ല. കുഴപ്പമില്ല, ഞാൻ മാസ്റ്ററിനെ നോക്കി പഠിച്ചോളാം. ഇല്ല, അത് ശരിയാവില്ല. പുതിയ സ്കിൽ വന്നിരിക്കുന്നു. എന്ന കമ്പ്യൂട്ടർ വേണ്ടാത്ത സ്ഥലത്തൊക്കെ പറയുന്നത്. മാസ്റ്റർ ഓക്കെ ആണോ? അതേസമയം വേറൊരാൾ ഓടി വന്നു. രാജാവിന് എന്തോ പറ്റി? എന്താ പറ്റിയത്? അങ്ങനെ രാജാവിനെ ആരെ കൊല്ലാൻ ശ്രമിച്ചു? എന്ത്? മാസ്റ്റർ, നിങ്ങൾ വീട്ടിലേക്ക് പോകും. ഇത് വലിയ പ്രശ്നമാണ്. നീ എന്താ പറയുന്നത്? സോറി സെയ്ജി, പുറത്തു നിന്ന് ആരെയും ഉള്ളിലേക്ക് വിടില്ല. സോറി ഇങ്ങനെ പറഞ്ഞത്. ശരിയാ, ഞാൻ പുറത്തു നിന്ന് വന്നവനാണ്. എന്നാലും കുഴപ്പമില്ല, വീട്ടിൽ പോകുന്നതിന് മുമ്പ് എല്ലാം ശരിയാക്കിയിട്ട് തന്നെ പോകണം. സ്കിൽ വേൾഡ് വിഷൻ. അങ്ങനെ കൊട്ടാരത്തിൻ്റെ ഫുൾ ബ്ലൂ പ്രിൻറ്റും തൻ്റെ മുമ്പിൽ വന്നതും, നീ ഇവിടെയാണോ ഉള്ളത്? എന്ത്, ഒരു ചെറിയ കുട്ടിയെ അസാസിനാക്കിയിരിക്കുന്നു. ഇത് കണ്ട് സെയ്ജി ഷോക്കാവുന്നതും കാണിച്ച് ഈ എപ്പിസോഡ് വളർത്തിയിരുന്നു. ആരാണ് ആ ചെറിയ കുട്ടി? അവൾ എന്തിനാണ് രാജാവിനെ കൊല്ലാൻ നോക്കിയത്? ഇതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.